ഗൈസ്, ജോർജിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ ശ്രദ്ധിച്ച് നിങ്ങൾക്കൊന്ന് കാണണം. അല്ലെങ്കിൽ ഏത് ഇതായിക്കോട്ടെ, ഇൻ്റർനാഷണൽ, അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ച് കാണേണ്ട ഒരു വീഡിയോ ആണ്. ഞാൻ മെയിൻലി അത് പറയണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് അറിയാൻ പോകുന്ന എയർ സുവിധ 2.0 അതിൻ്റെ ഫുൾ വിശദീകരണമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, ജോർജിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നവർ എയർ സുവിധ വീണ്ടും വന്നോ ഇല്ലയോ ഇതെല്ലാം ശ്രദ്ധിക്കണം. അവിടെ പിന്നെ എല്ലാവരും ഫിൽ ചെയ്യണമോ, ഇത് നിർബന്ധമാണോ, ഇതെങ്ങനെയാണ്, എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നെല്ലാം ഈ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഈ എയർ സുവിധ 2.0 പറ്റിയാണ് നമ്മൾ ഇന്ന് ഫുള്ള് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ജോർജിയയിൽ നിന്ന് ഇന്ത്യയിൽ ഞാൻ പറയുന്നത്, ഞാൻ ഇവിടെ നിന്ന് ഇന്ത്യയിലോട്ട് പോകുന്നത് എന്നുള്ള രീതിയിൽ ഞാനത് ഒന്ന് നിങ്ങളുടെ അടുത്ത് പറയുക. ഏത് രാജ്യത്തിരുന്നുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാം. ഇൻ്റർനാഷണൽ ആണോ നിങ്ങളൊന്ന് മാക്സിമം ചെയ്തിട്ട് നാട്ടിലോട്ട് എത്താൻ നോക്കുക ഇന്ത്യയിൽ. അപ്പം അത് ഇന്ത്യയിൽ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിതെല്ലാം പറയുന്നത്. പിന്നെ ഇവിടെ തിരിച്ചു വരുമ്പോൾ വേണോ വേണ്ടയോ എന്നെല്ലാം ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. നിങ്ങൾക്കിത് നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരിക്കും. പലർക്കും ഡൗട്ടുണ്ട്, അതിനെപ്പറ്റി അറിഞ്ഞുകൂടാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, എല്ലാം അറിയാം. അതുകൊണ്ട് കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാൻ സ്കിപ്പ് ചെയ്യാതെ കാണുക, അല്ലാതെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണുക. എന്നാലേ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവും. സ്കിപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ചില ഇൻഫർമേഷൻ വിട്ടുപോകും. അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ പറയുന്ന ഓരോ പോയിന്റുകളും നിങ്ങൾ ഇത് നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, ഇനിയിപ്പം വിദേശത്തു നിന്ന് നാട്ടിലോട്ട് പോകുന്നവർ ആരായാലും. അപ്പോൾ നമുക്ക് നോക്കാം. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ പോയിന്റ് എഴുതി വെച്ചിരിക്കുന്നത് എയർ സുവിധ എന്താണ്. ഇതെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും. കാരണം ഇതൊന്നും ആർക്കും ഇപ്പോൾ അറിഞ്ഞുകൂടാ, ഇതിപ്പോൾ വന്ന റൂളാണ്. എയർ സുവിധ എന്നത് ഇന്ത്യ സർക്കാർ ആരംഭിച്ച ഒരു ഓൺലൈൻ ഹെൽത്ത് സെൽഫ് ഡിക്ലറേഷൻ സിസ്റ്റമാണ്. എന്നുവെച്ചാൽ നമ്മൾ ഒരു അസുഖവും ഇല്ല, അല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നവും ഇല്ല, നമ്മൾ ഫിറ്റാണ് എന്ന് കാണിക്കാൻ വേണ്ടി നാട്ടിലെത്തിയാൽ, വിദേശത്ത് നിന്ന് വന്ന് നാട്ടിലെത്തിയാൽ ഫിറ്റാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് ഞാൻ സമർപ്പിക്കുന്നത്. അവിടെ ഇമിഗ്രേഷനിൽ കാണിക്കണം നമുക്ക്, ഇല്ലെങ്കിൽ അത് പ്രശ്നമാകും. അതുകൊണ്ടാണ് ഇതിലൂടെ യാത്രക്കാരുടെ ആരോഗ്യ വിവരങ്ങൾ മുൻകൂട്ടി ശേഖരിച്ച് ഇന്ത്യയിൽ പ്രവേശനം എളുപ്പമാകുകയും ആണ് ലക്ഷ്യം. ഇതെല്ലാം നേരത്തെ സെറ്റാക്കി അവർ എളുപ്പത്തിൽ നമുക്ക് ഇന്ത്യയിലോട്ട് ക്രോസ് ചെയ്യാം ബോർഡർ, അല്ലെങ്കിൽ അവിടെ ഇമിഗ്രേഷൻ എല്ലാം റൂൾസ് എല്ലാം ക്രോസ് ചെയ്യാൻ വേണ്ടിയാണ് ഇതും കൂടെ തന്നിരിക്കുന്നത്. ഇത് കാരണം ഇല്ലെങ്കിൽ ഇപ്പം വിഷയം എന്ന് പറഞ്ഞാൽ കൊറോണ, നിങ്ങൾക്കറിയാം, ഓരോ രാജ്യത്തു നിന്ന് ഓരോന്ന് കൊണ്ടുവരുമ്പോഴാണ് ഇവിടെയും വരുന്നത്. അപ്പം അതൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി. അപ്പോൾ 2026 അവർ എയർ സുവിധ 2.0 അവതരിപ്പിച്ചു. ചില രാജ്യങ്ങളിൽ എബോള ആരോഗ്യ നിരീക്ഷണത്തിൻ്റെ ഭാഗമായതാണ്. അതുകൊണ്ട് അവർ എയർ സുവിധ 2.0 ഇപ്പോൾ വെച്ചിരിക്കുക. ഇപ്പോൾ എബോള കുറേ വൈറസുകൾ കാര്യങ്ങളെല്ലാം സ്പ്രെഡ് ആവുന്നുണ്ട്. അപ്പോൾ അതും കൂടെ അവർ കണക്കാക്കി അവർ സെറ്റാക്കിയ ഒരു സാധനമാണ് ഇത്. അതാണ് എയർ സുവിധ. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത്, എല്ലാവർക്കും ഇത് വേണോ വേണ്ടയോ എന്ന ഒരു ചോദ്യം കൂടെ നിങ്ങൾക്ക് കാണും, ഡൗട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള, ഇപ്പോൾ ഇന്ത്യയിലേക്ക് വരുന്ന അന്താരാഷ്ട്ര യാത്രക്കാർക്ക് എന്ന് പറഞ്ഞാൽ വെളിയിലുള്ള ആൾക്കാർക്ക് എയർ സുവിധ 2.0 സമർപ്പിക്കണമെന്നാണ് സർക്കാർ നല്ല രീതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ആരോഗ്യ സാഹചര്യം അനുസരിച്ച് നിർദ്ദേശങ്ങളിൽ നല്ല രീതിയിൽ മാറ്റം വരാം. അതുകൊണ്ട് അതിനാൽ നിങ്ങൾ എപ്പോഴും യാത്രയ്ക്ക് മുമ്പ് എയർ സുവിധ വെബ്സൈറ്റിലൂടെ നിങ്ങൾ കയറി ഒന്ന് ചെക്ക് ചെയ്യണം. അത് എന്താണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്, വേണോ വേണ്ടയോ എന്നെല്ലാം അതിൽ പരിശോധിക്കുക. ഇപ്പം നിലവിൽ വേണമെന്നാണ് റൂള്. പിന്നെ ജോർജിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്താണ് മെയിനായിട്ട് ഫോക്കസ്? സ്റ്റുഡൻറ്റ്, ടൂറിസ്റ്റ്, വർക്ക് വിസ ഹോൾഡർ, റെസിഡൻറ്റ്, ഇതിൽ ആരായാലും യാത്രയ്ക്ക് മുമ്പ് നിലവിലെ എയർ സുവിധ നിർദ്ദേശം പരിശോധിക്കുന്നത് നല്ലതാണ്. അവരിപ്പോഴും ഇനിയിപ്പം ഇടയ്ക്കിടയ്ക്ക് മാറാം, അവരിപ്പോൾ വെച്ച് കാണൂല. അപ്പോഴൊക്കെ നിങ്ങളൊന്ന് പരിശോധിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ചില എയർലൈൻസുകളും ബോർഡിങ്ങിന് മുമ്പ് ഇത് പരിശോധിക്കാം. എയർലൈൻസ് വരെ ചിലപ്പോൾ ഇത് പരിശോധിക്കും നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം പരിശോധിച്ച് നിങ്ങൾ സെറ്റാക്കിയിട്ട് നാട്ടിലോട്ട് പോകും. ഓക്കെ. പിന്നെ ഉള്ള ഡൗട്ടായിരിക്കും, ഇന്ത്യയിൽ നിന്ന് ജോർജിയയിലേക്ക് വരുമ്പോൾ ജോർജിയയിൽ പ്രവേശിക്കാൻ എയർ സുവിധ ആവശ്യമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. തിരിച്ച് ഇവിടെ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പോകുമ്പോഴാണ് അവിടെ അവർ ചോദിക്കുന്നത്. തിരിച്ച് നമുക്ക് വേണ്ട, ഇങ്ങോട്ട് ഒരാവശ്യമില്ല. ജോർജിയയിൽ സ്വന്തം എൻട്രി റൂൾസ് മാത്രമേ ഉള്ളൂ. ഇവിടെ എയർ സുവിധ ഒന്നും ചോദിക്കാനൊന്നും പോകുന്നില്ല. അതും നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക.
പിന്നെ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഡൗട്ട് കാണും. ഒഫീഷ്യൽ എയർ സുവിധ പോർട്ടൽ മാത്രം ഉപയോഗിക്കുക. എയർ സുവിധ പോർട്ടലിൽ നിങ്ങൾക്ക് അടിച്ചു നോക്കാം, അതിൽ തന്നെ വരും. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ആരും ഒന്നും ഇതാക്കണ്ട. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇറങ്ങുമ്പോൾ എവിടെയാണോ എയർപോർട്ട് അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. പക്ഷേ ഏറ്റവും എളുപ്പം ഇപ്പോൾ 72 മണിക്കൂറാണ് ടൈം ഡ്യൂറേഷൻ. അതിനുള്ളിൽ ഫില്ല് ചെയ്ത് അയച്ചു കൊടുത്താൽ നമുക്ക് സാധനം അവിടെ തന്നെ നമുക്ക് കിട്ടും. അത് പ്രിൻ്റ് എടുത്ത് അവിടെ കാണിച്ചാൽ മാത്രം മതി. ഇല്ലെങ്കിൽ ഇല്ലാത്തവർക്ക് അവിടെ പോയാലും എടുക്കാം. പക്ഷേ അവിടെ പോയി നിങ്ങൾക്ക് സമയം കളയണം. ഇതിനായിട്ട് നിങ്ങൾ ഇരുന്ന് ഫില്ല് ചെയ്ത് അതും നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ അത് നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ. പിന്നെ എയർ സുവിധ പൂർണ്ണമായും ഫ്രീ ആണ്. നിങ്ങൾ അങ്ങനെ ചെയ്യൽ. പണം ഈടാക്കുന്ന വെബ്സൈറ്റുകൾ ഒഴിവാക്കുക. സത്യം പറഞ്ഞാൽ ഇതൊരു ഫ്രീ ഇതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോം ഫില്ല് ചെയ്യുക, കാര്യങ്ങൾ അവിടെ എത്തുക. അല്ലാതെ ഇത് പൈസ ഉള്ള എയർ സുവിധകൾ കാണും, കുറേ കള്ള ഏജൻറ്റുകൾ ഇതൊക്കെ വെച്ചിട്ടുണ്ട് വെബ്സൈറ്റുകൾ. അത് നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അത് നമുക്ക് പൈസ ഒന്നും ഇതിലില്ല, സർക്കാർ ഇതുവരെ എടുക്കുന്നില്ല. പിന്നെ എന്തൊക്കെ ഡീറ്റെയിൽസ് വേണം? പാസ്പോർട്ട് നിങ്ങൾ കൊടുക്കണം, അതിൻ്റെ എല്ലാം ആയിരിക്കും. പിന്നെ ഫ്ലൈറ്റ് നമ്പർ ഏതാണ് അത് കൊടുക്കണം. ഡേറ്റ് ഓഫ് ട്രാവൽ കൊടുക്കണം. പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം, നമ്മളെ പേര്, വിശേഷങ്ങൾ, അഡ്രസ്സ്, കാര്യങ്ങളെല്ലാം കൊടുക്കണം. കോൺടാക്ട് ഡീറ്റെയിൽസ്, നമ്മുടെ ഫോൺ നമ്പർ, നിലവിൽ എന്തൊക്കെയാണ് അതെല്ലാം കൊടുക്കണം. പിന്നെ ട്രാവൽ ഹിസ്റ്ററി അവർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ കൊടുക്കണം. ഇതൊക്കെയാണ് മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത്. പിന്നെ എപ്പോഴാണ് ഫില്ല് ചെയ്യേണ്ടത്? യാത്രയ്ക്ക് മുമ്പ് 24 മണിക്കൂർ വരെ ഉണ്ട്. അതിന് മുമ്പേ ഓൺലൈനായി സമർപ്പിക്കാം. ഏറ്റവും പുതിയ സമയപരിധി ഔദ്യോഗിക പോർട്ടൽ പരിശോധിക്കാം. പക്ഷേ എനിക്കിപ്പോൾ സമയപരിധി 72 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ആക്കണമെന്നാണ് അതിലിപ്പോൾ വന്നിരിക്കുന്ന റൂള്. ആദ്യം 24 ആയിരുന്നു, പിന്നെ 48 ആയിരുന്നു, പിന്നെ 72 ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അത് നിങ്ങളൊന്ന് പരിശോധിക്കുക ആ വെബ്സൈറ്റിൽ. ഓക്കെ. പിന്നെ മെയിനായിട്ട് ഫീസ് ഉണ്ടോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ഫീസ് ഒന്നും ഇതിനില്ല. ഇപ്പം എയർ സുവിധ സമർപ്പിക്കാൻ 1 രൂപ പോലും കൊടുക്കേണ്ടതില്ല. മനസ്സിലായി? സർക്കാർ വ്യാജ വെബ്സൈറ്റുകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിന് കുറേ വെബ്സൈറ്റുകളുണ്ട് പൈസയ്ക്ക് കാര്യങ്ങൾക്ക് ഇതെല്ലാം എടുക്കുന്നത്. ഇതിന് പൈസ ഇല്ല. നിങ്ങൾ ജസ്റ്റ് ഫില്ല് ചെയ്യുക, നിങ്ങൾ സമർപ്പിക്കുക, നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുക. ഇത് പൈസ കൊടുത്ത് ഈടാക്കേണ്ട ഒരു കാര്യമേ അല്ല. എന്താണോ അതിൽ പറഞ്ഞിരിക്കുന്നത് അത് ഫില്ല് ചെയ്യുക, അതിൽ കിട്ടുക, അത് നിങ്ങളെ സമർപ്പിക്കുക. അല്ലാതെ കൂടുതലൊന്നും നിങ്ങൾക്ക് നോക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല. കുറേ വെബ്സൈറ്റുകളുണ്ട് ഫേക്കായിട്ട് പൈസ ഇത്രയും വാങ്ങുന്നുണ്ട്, പൈസ അത്രയും കൊടുക്കുന്നുണ്ട്. അതിലൊന്നും നിങ്ങൾ പോയി പെടാതിരിക്കുക. വെറുതെ പൈസ നഷ്ടം. ഇതിൽ പൈസയുടെ ആവശ്യമേ ഇതിലില്ല. ഓക്കെ. പിന്നെ അവസാനമായിട്ട് നിങ്ങൾ നോക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം, യാത്രയ്ക്ക് മുമ്പ് പാസ്പോർട്ട്, വിസ, ഫ്ലൈറ്റ് ടിക്കറ്റ്, എയർ സുവിധ, ട്രാവൽ ഇൻഷുറൻസ് ഇവയെല്ലാം റെഡിയാക്കി നിങ്ങൾ വെക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. ഇതെല്ലാമാണ് മെയിനായിട്ട്. പിന്നെ പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റി കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. അപ്പം മാക്സിമം ഫീസ് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾ ഇതാക്കേണ്ടത് അത് നിങ്ങളങ്ങ് ചെയ്യുക എന്നാണ് ഇത്. പക്ഷേ ഇപ്പോൾ ഭയങ്കര നിർബന്ധമാക്കി വെച്ചിരിക്കുകയാണ്. പലർക്കും ഈ ഒരു കാര്യങ്ങൾ അറിഞ്ഞുകൂടായിരിക്കും. ബിക്കോസ് ഇത് ഈ ഇടയ്ക്കാണ് ഇവിടുത്തെ കുറേ സ്റ്റുഡൻസ് ആയാലും എവിടുത്തെ സ്റ്റുഡൻസ് ആയാലും ആർക്കും ഇത് അറിഞ്ഞുകൂടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇത് കാണണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ പലർക്കും ഷെയറും ചെയ്ത് കൊടുക്കുക. ബിക്കോസ് ഇത് അവരെ അറിഞ്ഞോട്ടെ. കാരണം അവർ അവിടെ പോയി പിന്നെ പെടാതിരിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഒരു ഫോമാണ്. അത്രയും മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. കൂടുതൽ ടെൻഷനും കാര്യങ്ങളൊന്നും അടിക്കാനൊന്നുമില്ല. അവിടെ പോയാലും നിങ്ങൾക്ക് കിട്ടും. ഇവിടെ നിന്ന് ഇപ്പോൾ ചെയ്യാതെ പോയാൽ പിന്നെ അവിടെ ഇരുന്ന് നിങ്ങളെല്ലാം ഫില്ലാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് സമയം കുറച്ച് പോകും. അതിനെക്കാട്ടി വീട്ടിൽ തന്നെ നമുക്ക് ഇരുന്ന് 3 ദിവസം മുമ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും മെനക്കേടില്ല. അവിടെ പോയി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് പോവാം. അതല്ലേ സുഖം. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ബാക്കി നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ അതേപോലെ ചെയ്താൽ മതി. പിന്നെയും ഇത് ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം. ഞാൻ എല്ലാ കമൻറ്റിലും റിപ്ലൈ കൊടുക്കുന്നതാണ്. ഞാൻ കാണുന്ന സമയത്ത് എന്തായാലും റിപ്ലൈ കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ഇടാം. അപ്പം എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ നല്ല ഇൻഫർമേഷൻ കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചോളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കനും കൂടെ ഓണാക്കി വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഓരോ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ വ്ളോഗായിട്ട് വീണ്ടും കാണാം. അപ്പോഴേക്കും ഗുഡ് ബൈ.